ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു അറേബ്യൻ സ്റ്റൈൽ ചിക്കൻ കപ്സ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമുള്ള ചിക്കൻ 1.5 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, 3 മീഡിയം സൈസ് സവാള. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1.5 സ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് 2 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. അത് പേസ്റ്റാക്കി എടുക്കാം. തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കറി മസാല എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം തക്കാളി പേസ്റ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ എനിക്കിവിടെ റൈസ് കിട്ടിയിട്ടുള്ളത് കൈമ റൈസാണ് കിട്ടിയിട്ടുള്ളത്. ചിക്കൻ കപ്സ ഉണ്ടാക്കാനായിട്ട് റൈസ് നല്ലത് സെല്ല റൈസാണ് നല്ലത്. നമ്മളെ മാർക്കറ്റിൽ കൈമ റൈസ് നമുക്ക് കിട്ടിയതുള്ളൂ. നമ്മളിവിടുത്തെ മാർക്കറ്റിൽ സെല്ല റൈസ് ഇല്ലായിരുന്നു. പേസ്റ്റും മുളക് പൊടിയും സവാളയും എല്ലാം നല്ലതുപോലെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഒരു 15 മിനിറ്റോളം ചിക്കൻ കിടന്ന് നല്ലതുപോലെ വേവണം. അതിനുശേഷം നമുക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൈസ് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടേക്കണം. അതിനുശേഷം നല്ലതുപോലെ വെള്ളം തോർത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് 5 മിനിറ്റോളം ചിക്കൻ അതിൽ കിടന്ന് വെന്തതിന് ശേഷം നമുക്ക് ചിക്കൻ കോരിയെടുത്ത് വെള്ളം തോർത്തിയെടുത്തിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം നമുക്ക് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്ക് ചേർത്തെടുക്കാം. പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മസാലപ്പൊടി 1 സ്പൂൺ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ എല്ലാം കൂടെ അതിലിട്ട് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒരു ഫ്രൈ പാൻ വെച്ച് വറുത്തെടുക്കാം. ചിക്കൻ വേവിച്ച പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിവിടെ ചിക്കൻ വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ വീട്ടിയത്. അപ്പോൾ നമുക്ക് അരിക്കനുസരിച്ചുള്ള വെള്ളം നമ്മൾ എടുക്കണം. അരി നമ്മളെടുത്ത പാത്രത്തിൽ എത്രയാണോ അളവ് അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കപ്സയ്ക്ക് ചേർക്കുന്ന മസാലപ്പൊടി ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയാണ് ചെയ്തത്. അതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പച്ചമല്ലി, ബേ ലീഫ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം ഇതെല്ലാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരെണ്ണേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് 2 ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കി. മയോണൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1/2 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 1 കഷ്ണം വെളുത്തുള്ളി, 1/2 സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിനായി ഉപ്പ്, ആവശ്യത്തിനുള്ള കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഇതിൽ മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലതുപോലെ അടിച്ചെടുത്ത് ചേർത്ത് ഉണ്ടാക്കും. പക്ഷേ ഞാൻ മുട്ടയുടെ സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പാല് സൺഫ്ലവർ ഓയിലും ആണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇത് ചേർക്കുന്നുണ്ട്, നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ശകലം പുളിപ്പിനും ചേർക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ അറേബ്യൻ ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണം. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.